എജ്ജാതി മനുഷ്യനാണ് ഇഷ്ടമാണ്. ഇജ്ജാതി മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വലിയൊരു അത്ഭുതം തോന്നുകയാണ്. ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് ഒരു ആക്ടറിനെ കാണാൻ ഇങ്ങനെ പോയിട്ട് കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ വിജയുടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നു. വിജയ് എന്ന് പറയുന്ന നമ്മുടെ അല്ല, ഒരു തെണ്ടി തൊട്ടിപ്പട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവനെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇമേജാണ്, ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. എന്താ ഇത് അവൻ്റെ ഓരോരോ പരിപാടികളൊക്കെ അറിയണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യം തന്നെ. പക്ഷേ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കർണാടകം പോലെയൊക്കെ തന്നെ. കർണാടക, ആന്ധ്ര, തമിഴ്നാട് കുറച്ച് ചെറുതാണ് ആന്ധ്രയെക്കാട്ടിലും. ആന്ധ്രയിലൊക്കെ ഇതിലും വലുതാണ് സംഭവങ്ങൾ. അതിൻ്റെ അല്ലു അർജുൻ്റെ സംഭവം അറിയാമല്ലോ. ഒരാൾ മരിച്ചപ്പോൾ അവിടെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. അല്ലു അർജുൻ കാരണമാണ് ഇത്രയും വലിയ സംഭവം ഉണ്ടായത്. പക്ഷേ തമിഴ്നാട്ടിൽ അത് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ വിജയെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അത് രാഷ്ട്രീയമാക്കി മാറ്റിക്കളയും. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നു. 2-3 ദിവസം കഴിഞ്ഞു. 41 ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറയാതെ അന്ന് രാത്രി പുള്ളി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ പത്രക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളിയോട്, സാറേ ഇതുപോലെ 30 പേര് മരിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാതെ ഓടിപ്പോയ ആളാണ്. ഇന്നലെ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പൊളിറ്റിക്കൽ അഡ്വൈസർ ഉണ്ടല്ലോ പ്രശാന്ത് കിഷോറെ, പല പാർട്ടീസിനെ വിജയിപ്പിച്ച ആളാണ്. പ്രശാന്ത് കിഷോറിൻ്റെയൊക്കെ അഡ്വൈസൊക്കെ തേടിയിട്ടായിരിക്കും വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ തള്ളിയിട്ട് പോയി ഇന്നലെ. ഭയങ്കര വേദനയാണ്, ഭയങ്കര വിഷമമാണ്, മനസ്സ് മൊത്തം ഇങ്ങനെ കനത്തിരിക്കുകയാണ്, ആനയാണ് അണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇത് കാണിക്കുന്നുണ്ട് ഇവൻ്റെ വീഡിയോ. ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്താ അല്ലേ ആൾക്കാർക്ക് ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയ്ക്കും ആൾക്കാരെ മണ്ടന്മാരാക്കാൻ പറ്റുമെന്നുള്ളത് ഇവൻ്റെ ഒരു കാര്യത്തിലാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് മുമ്പേ വേറെ ഒരു സ്ഥലത്തും ഇവനൊരു ഈ റോഡ് ഷോ അല്ല, ശരിക്കും ഒരു മീറ്റിംഗ് ആണിത്. അപ്പോൾ റോഡ് ഷോയ്ക്ക് ഇവന് പെർമിഷൻ ഇല്ല. പക്ഷേ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആ കാരവാനിൽ കയറിയിരിക്കും. കാറിൽ പോയാൽ മതി. ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല. ആൾക്കാർ പറയുന്നത് വിജയ് പാവം, വിജയ് ഭയങ്കര നല്ല മനുഷ്യനാണ്, വിജയ് ഭയങ്കര പഞ്ചപാവമാണ്. ഇതൊക്കെ മറ്റേ DMKയുടെ സ്റ്റാലിനെ, MK സ്റ്റാലിൻ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ, ഇതൊക്കെ DMKയുടെ ചതിയാണ്, ആനയാണ് അണ്ടിയാണ്. ഇതൊക്കെ എന്താ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് വിജയുടെ TVK പാർട്ടിക്ക് റോഡ് ഷോയ്ക്ക് അനുമതിയില്ല. റോഡ് ഷോ എന്ന് പറയുന്നത് കാരണം ഇയാൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഭ്രാന്ത് പിടിച്ച് വരുമെന്നുള്ളത് അറിയാം. അത്രയ്ക്കും പ്രൊട്ടക്ഷനൊന്നും തരാൻ പറ്റില്ല. 20,000-30,000 ആൾക്കാരൊക്കെ ഒരു റോഡിൽ നടന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പോലീസിന്? 1.5 ലക്ഷം പോലീസ് കണ്ടേ ഉള്ളൂ തമിഴ്നാട്ടിൽ. അവിടുന്ന് 20,000 പേരെ വിളിച്ചു വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ 10,000 പേരെ വിളിച്ചു വരുത്തേണ്ടി വരും പോലീസിന്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ 500 പോലീസുകാരാണ് 20,000 പേരെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല. ഏത് സ്ഥലത്തും നടക്കില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ ചുമ്മാ തള്ളാം. കാരണം നാട്ടിൽ ഇമാതിരി ആൾക്കൂട്ടമൊന്നും വരാറില്ലല്ലോ. തൃശ്ശൂർ പൂരം ഒന്നല്ല. അപ്പോൾ അമ്മാതിരി ഒരു സ്ഥലത്ത് ഇയാൾ വരേണ്ടിയിരുന്ന സമയം, ഇയാൾ വന്ന് സംസാരിക്കേണ്ടിയിരുന്ന സമയം 3 മണിയാണ്. അതിനു മുമ്പ് ഒരു സ്ഥലത്ത് സംസാരിക്കേണ്ടിയിരുന്നു. ആ സ്ഥലത്തിന് ഇയാൾ വരേണ്ടിയിരുന്ന സമയം 10 മണിയാണ്, 8 മണിയായി കണ്ട. ഇയാൾ ചെന്നൈയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 8:45 സമയം. 8:45 ഇറങ്ങിയിട്ട് എങ്ങനെ 8 മണിക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റുക? അതും ഫ്ലൈറ്റ് വെച്ചിട്ടൊക്കെയാണ്. ഭയങ്കര സംഭവം. ഞാൻ എൻ കരിയറുடைய ഉച്ചത്തെ വിട്ടിട്ട് വന്നിരിക്കുക എന്നൊക്കെയാണ് വെച്ച് തള്ളുക. കാരണം പുള്ളിക്ക് 200 കോടിയാണ് സാലറി, 250 കോടിയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ കരിയറിൻ്റെ ടോപ്പിൽ നിന്നാണ് പുള്ളി വന്നിട്ടുള്ളത്, നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് തള്ളുന്ന പുള്ളി. അങ്ങനെയൊക്കെ തള്ളിയാലും ആൾക്കാരുടെ സേഫ്റ്റിയെക്കുറിച്ചോ ആൾക്കാരെ കുറിച്ചോ ഒന്നും ബോധർ ചെയ്യാത്ത ഒരു നാറിയാണ് ഇയാൾ. ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിച്ചെത്തുക. നമ്മുടെ ആക്ടേഴ്സിനൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്. രാഷ്ട്രീയക്കാർക്ക് കുറച്ചൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. അപ്പോൾ താമസിച്ചെത്തി കഴിയുമ്പോൾ കുറേ ആൾക്കാർ രാത്രി മുതലൊക്കെ വെയിറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ടേ തമിഴ്നാട്ടിൽ. അങ്ങനെ രാത്രി മുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഫുഡുണ്ടോ, ഷെൽട്ടറുണ്ടോ, വെള്ളമുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയമൊന്നും ഇവരുടെ പാർട്ടിയിൽ പെട്ട ഭാരവാഹികൾക്കോ ആർക്കും അതിനൊന്നും ഒരു കൺസിഡറേഷനും ഇല്ല. നീയൊക്കെ വന്ന് നീയൊക്കെ വരുമെന്ന് നമുക്കറിയാമല്ലോ. നീയൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറും, നീയൊക്കെ തലവരെ കാണാൻ വേണ്ടിയിട്ട് നീയൊക്കെ വന്ന് അവിടെ പട്ടിയെ പോലെ നിൽക്കും എന്നൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി താമസിച്ച് വന്നത് ആദ്യം സംസാരിക്കേണ്ട സ്ഥലം 8 മണിയോ കണ്ട. ആ സ്ഥലത്ത് എത്തിയത് 2 മണിക്കാണ്. കാരണം റോഡ് ഷോയ്ക്ക് അനുമതിയില്ല കേട്ടോ. പക്ഷേ പുള്ളി കാരവാനിൽ കയറിയിരുന്ന ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ വരും. അപ്പോൾ ഈ വണ്ടി നീങ്ങുന്നത് ഈ ആൾക്കാരുടെ ഒപ്പമാണ്. 5 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വണ്ടി നീങ്ങുന്നത്. അങ്ങനെ വണ്ടി നീങ്ങി ഒരു 10 കിലോമീറ്റർ എത്താൻ തന്നെ 3 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
അങ്ങനെ 5 മണിക്കൂറൊക്കെ ഡിലേ ആയിട്ടാണ് പുള്ളി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. അപ്പോഴേക്കും തമിഴ്നാട്ടിലെ വെയിലറിയാമല്ലോ, ഈ കരൂർ എന്നൊക്കെ പറയുന്നത് നല്ല വെയിലാണ്, നല്ല ഹീറ്റുള്ള സ്ഥലമാണ്. ഭയങ്കര ഡീഹൈഡ്രേഷൻ പരിപാടിയൊക്കെ നമ്മുടെ ബോഡിക്ക് സംഭവിക്കും. അപ്പോൾ അങ്ങനെ പുള്ളി ഇങ്ങനെ അഴിഞ്ഞ് പണ്ട് വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ പാമ്പിങ്ങനെ അഴിഞ്ഞ് എന്ന് പറഞ്ഞ് പാമ്പ് വന്നില്ലേ, പാമ്പ് ഇങ്ങ് എത്തട്ടെ എന്ന് പറഞ്ഞ പോലെയാണ്. അഴിഞ്ഞ് പുള്ളി ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും 3 മണി. അത് കഴിഞ്ഞ് അവിടെ ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു. പിന്നെ അവിടുന്ന് അഴിഞ്ഞ് പുള്ളി എത്തുമ്പോഴേക്കും ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും സമയം 7:30 8 മണിയാകണ്ട, 3 മണിക്കാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതും ശനിയാഴ്ചയെ പുള്ളി പരിപാടി വെക്കത്തുള്ളൂ, കാരണം പിള്ളേരൊക്കെ വരുമല്ലോ. കൊച്ചു പിള്ളേരൊക്കെ വിജയ് മാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് അവിടെ വിജയ് മാമ എടുത്തങ്ങ് തരുമെന്നാണ് വിചാരം. ഒരു വെള്ളം പോലും തരത്തില്ലെന്നേ, ഒരു കുപ്പി വെള്ളം പോലും തരാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ന്യൂസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും. പുള്ളിയുടെ വീട് പനയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു വലിയൊരു ബംഗ്ലാവ്. അപ്പോൾ അതിൻ്റെ വെളിയിൽ കുറേ ഈ പിള്ളേർ വന്നിട്ട് ചെന്നൈയിൽ വീടിൻ്റെ വെളിയിൽ കുറേ പിള്ളേർ വന്ന് കാത്തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇത്രയും പേര് വന്ന് നിൽക്കുന്നു, അപ്പോൾ അവിടെ ഈ ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും വെച്ചുകൂടെ സാറേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അവിടെ ചോദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്യുന്നേ പുള്ളി ചെയ്യുള്ളൂ, അതുകൊണ്ടാണല്ലോ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത്. വേറെ ആൾക്കാരെ കുറിച്ച് കെയർ ചെയ്താൽ എങ്ങനെ സക്സസ് ഉണ്ടാവാനല്ലേ. അതും പോട്ടെ. അങ്ങനത്തെ ഒരു വ്യക്തി ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത് 8 മണി മുതൽ. അപ്പോൾ അവിടെ കറണ്ട് കട്ടുണ്ടായി, അവിടെ ആംബുലൻസ് വന്നു. ആംബുലൻസൊക്കെ ചുമ്മാതെ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. കറണ്ട് കട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. കറണ്ട് കട്ട് ഉണ്ടായി എന്നുള്ളതേ ആൾക്കാർ പറയുന്നുള്ളൂ. കാരണം പുള്ളിയുടെ ഈ തൊണ്ടர்கள் എന്ന് പറയുന്ന ഫാൻ ബോയ്സ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഓരോരോ മറ്റേ ഈ TV പാർട്ടിയുടെ കൊടിയുണ്ടല്ലോ, അതിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ ആ കൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ വീടിൻ്റെ മേളിലും ടെറസിൻ്റെ മേളിലും അവിടെ ഇവിടെയും എല്ലാം വലിഞ്ഞു കയറിയിട്ട് ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു വീടിൻ്റെ മേളിൽ 20 പേര് 30 പേര് കയറിയാൽ കുഴപ്പമില്ല, 50 പേര് 100 പേരൊക്കെ കയറി നിന്നാലോ ചെറിയ വീടുകളുടെ മേളിൽ. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് കറണ്ട് കട്ടായത്. അതിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വേറെ തമിഴ്നാട്ടിൽ ഒരുപാട് ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എന്താണല്ലോ അതൊന്നും വെക്കുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമാതിരി ഒരു തെണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJP ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. BJPയിലെ അണ്ണാമല, പിന്നെ ഹേമമാലിനി, പിന്നെ 2-3 മന്ത്രിമാർ MP അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ തമിഴ്നാട്ടിലെത്തി. അവരുമായിട്ട് ലോക്കൽ ആൾക്കാരോടൊക്കെ സംസാരിക്കുക. അപ്പോൾ ഒരു സ്ത്രീ പറയാണ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കത്തി വെച്ച് ഇങ്ങനെ കീറുന്നൊക്കെ ഉണ്ടായിരുന്നു. കത്തി വെച്ച് ഇങ്ങനെ ചക എന്ന് പറഞ്ഞ് കുത്തി കീറുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉന്തും തെള്ളും ഉണ്ടായത്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയി ഡിച്ചിൽ വീണത് എന്നൊക്കെയാണ് വന്ന് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. 500 ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്തെ ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു 50 അടി റോഡാണെങ്കിൽ തന്നെ, അല്ല 100 അടി റോഡാണെങ്കിൽ തന്നെ എത്ര പേര് നിൽക്കും? നമ്മൾ കോമൺ സെൻസുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ഒരു 500 പേരെങ്കിലും നിൽക്കും ഒരു സ്ക്വയർ ഫീറ്റിൽ. അപ്പോൾ 500 പേര് നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന ഒരു സ്ക്വയർ ഫീറ്റിലല്ല കേട്ടോ, ഒരു സ്ക്വയർ ഫീറ്റ് ലെങ്ത്തിൽ, ഈ 50 അടി ലെങ്ത്ത് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 100 സ്ക്വയർ ഫീറ്റ് വരുമല്ലോ. ആ 100 സ്ക്വയർ ഫീറ്റിൽ 500 ആൾക്കാരെങ്കിലും കാണും. ആ പിക്ചർ മറ്റേ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ അതിൽ റോഡിൻ്റെ അങ്ങേ സൈഡിൽ നടക്കുന്ന കാര്യം പുള്ളിക്കാരി ഇപ്പുറത്തൊന്ന് കണ്ടെന്ന്. പിന്നെ ഒറ്റ ഒരാൾ പോലും ഈ കത്തി കൊണ്ട് മുറിഞ്ഞെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ആൾക്കാരൊക്കെ വീണു, അവർ ചതവും മുറിവും കയ്യും കാലും ഒടിഞ്ഞ്, കുറേ കുട്ടികൾ, കുറേ സ്ത്രീകൾ, ഇതൊക്കെ സംഭവിച്ചിട്ടും കുട്ടികളൊക്കെ മരിച്ചിട്ട് ഇപ്പോൾ ഈ പഴിചാരാൻ വേണ്ടിയിട്ട് കണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ DMK. അപ്പോൾ DMKക്കാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനത്തെ ഭയങ്കര പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസാണ്. അവരുടെ ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങളുടെ ഈ ആൾക്കാർ കൂടിയ ഈ മീറ്റിംഗ് കുളമാക്കിയ എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ആണെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. പക്ഷേ ഇവൻ്റെ ഈ സംസാരമൊക്കെ കണ്ടപ്പോൾ പിന്നെ അതിനെ പൊക്കിപ്പിടിച്ച് നമ്മുടെ കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ വന്ന് ഞാൻ ഈ ഓഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? എന്ത് പറയാനല്ലേ. അത് ഈ 10-40 ആൾക്കാർ മരിച്ച സ്ഥലത്തെ അവിടെ വന്നിട്ട് രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയാണ് രാഷ്ട്രസേവ. എന്താ പറയുകയല്ലേ. അതാണേലും ഇതൊന്നും വെറുതെ പോവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. വിജയാണേലും കൊള്ളാം, അവൻ്റെ തന്തയാണേലും കൊള്ളാം.